ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിൻറ്റേജ് കോഫിയുടെ Q1 റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റിസൾട്ട് നോക്കിയാൽ വിൻറ്റേജ് കോഫിയിൽ ഏകദേശം 58% റിസൾട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ ഏകദേശം 46% ഗ്രോത്ത് ആണ് വിൻറ്റേജ് കോഫിയുടെ പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് റവന്യൂ ഗ്രോത്തിൻ്റെ അത്രയും തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നില്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ അവരുടെ എബിറ്റ നോക്കി കഴിഞ്ഞാൽ എബിറ്റയിൽ ഏകദേശം 75-76% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ 58% റവന്യൂ ഗ്രോത്തും 75-76% എബിറ്റ ഗ്രോത്തും വന്നിട്ടുണ്ട്. പ്രോഫിറ്റിൽ ഈ ഗ്രോത്ത് വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടാക്സ് ലാബിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. കഴിഞ്ഞ Q3 തൊട്ടിട്ട് അവരുടെ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 25% കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടറിലൊക്കെ വരുന്ന സമയത്തേക്ക് അവർക്ക് 25% ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 10% താഴെയായിരുന്നു അവർക്ക് ടാക്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടായിരുന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നല്ല നമ്പേഴ്സ് തന്നെയാണ് കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതെ പോയത്. പ്രോഫിറ്റ് ഗ്രോത്ത് 46% മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യുന്ന വേറെ കാര്യങ്ങളൊന്നും തന്നെയല്ല. അതുപോലെ തന്നെ റവന്യൂയുടെ ഫിഗേഴ്സ് ആണെങ്കിലും 58%. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാർ 70-80% എക്സ്പെക്ട് ചെയ്തു, അതൊരു വന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലല്ല ഈ നമ്പേഴ്സ് വന്നിരിക്കുന്നത്. നല്ല നമ്പേഴ്സ് തന്നെയാണ്. കാരണം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ആ പുതിയ കപ്പാസിറ്റി അവർ വന്നിട്ടുണ്ട്. അതിൻ്റെ 100% യൂട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. അതുപോലെ തന്നെ അവരുടെ ഈ ഏകദേശം ഒരു 15 ദിവസമുള്ള അവരുടെ ഇപ്പോൾ ഉള്ള യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് ഈ ഒരു ഗ്രോത്ത് കാര്യങ്ങൾ വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 1850 മെട്രിക് ടണ്ണിന് മുകളിൽ അവർക്ക് വോളിയം വന്നിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ അവർ മൊത്തം പ്രൊഡക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 2400 മെട്രിക് ടണ്ണിനോളം അവർ ടോട്ടൽ പ്രൊഡക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഈ 15 ദിവസത്തെ ഷട്ട് ഡൗണിന് ശേഷമാണ് പറയുന്നത്. പക്ഷേ അവർ സെയിൽ ചെയ്തിരിക്കുന്ന ഏകദേശം 1850 മെട്രിക് ടണ്ണാണ് അവർ സെല് ചെയ്തേക്കുന്നത്. കാരണം അതിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അവർ സെല് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ മാക്സിമം ഇത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത് Q3 Q4 സോ ആ ഒരു സമയത്തേക്ക് ഇവർക്ക് അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓൾറെഡി ഇവരുടെ ഏകദേശം 40-45 ദിവസത്തിനുള്ള ഇൻവെന്ററി കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ കോഫി ബീൻ കാര്യങ്ങളെല്ലാം അത്ര ദിവസത്തിനുള്ളതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം 24/7 എപ്പോഴും ഇവരുടെ ഈ ഫാക്ടറി കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്. കാരണം മാനേജ്മെന്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അടുത്തൊരു 1 ഇയറിലേക്കുള്ള ഇവർക്ക് ഓർഡേഴ്സിന്റെ കാര്യങ്ങൾ വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ Q4 Q3 ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ Q1 ഈ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് അവർ Q2 അത് സെല് ചെയ്യും. ഇപ്പോൾ ഒരു Q2 പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എക്സ്ട്രാ ആയിട്ട് വരും. അത് അവർക്ക് Q3 ഹൈ ഡിമാൻഡ് വരുന്ന സമയത്തേക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ നോക്കിയാൽ പോലും ഇങ്ങനെ 1800 മെട്രിക് ടൺ അവർ സെല് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് 58% റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നല്ല നമ്പേഴ്സ് തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം 850 തൊട്ട് 900 കോടിയോളമാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ റവന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കഴിഞ്ഞ വർഷം നോക്കിയാൽ ഏകദേശം 550 കോടിയോളമായിരുന്നു അവർക്ക് റവന്യൂ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 60%, 55-60% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ എബിറ്റ മാർജിൻസും കാര്യങ്ങളൊക്കെ വരുന്ന ക്വാർട്ടറിലൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനേജ്മെന്റ് പറയുന്നതാണെങ്കിൽ പോലും ഇവർക്ക് ഇനി പുതിയൊരു ഫെസിലിറ്റി വരാനായിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി എല്ലാം കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കാണേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ അത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ പുതിയ ഫ്രീ സ്റ്റൈഡിന്റെ കപ്പാസിറ്റി വരുന്ന സമയത്തേക്ക് അതെന്ന് പറയുന്നത് ഏകദേശം 5500 മെട്രിക് ടണ്ണാണ്. അതിന് ഈ പറഞ്ഞ പോലെ മാർജിൻസ് കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വരുന്ന സമയത്തേക്ക് ഇവരുടെ മാർജിനൊക്കെ ഏകദേശം 22-23-24% എബിറ്റ മാർജിനൊക്കെ എത്തും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറുകളിലും വരുന്ന വർഷങ്ങളിലും ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന സമയത്തേക്ക് ഈ ഒരു കമ്പനിയിൽ ഈ ഒരു വർഷം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ 55-60% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു വർഷം ഇവരുടെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5500 മെട്രിക് ടൺ കപ്പാസിറ്റി വരാനായിട്ട് പോകുന്ന അടുത്ത Q1 എൻഡ് ചെയ്യുന്ന സമയത്താണ്. അതായത് അടുത്ത Q2 തൊട്ടിട്ടാണ് ഈ പറഞ്ഞ 5500 മെട്രിക് ടൺ കപ്പാസിറ്റി വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു വർഷം ഏകദേശം ഒരു 65-70% മാക്സിമം അതിന്റെ യൂട്ടിലൈസേഷൻ നടക്കാൻ സാധ്യത. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഈ 5500 മെട്രിക് ടൺ ഉണ്ടെങ്കിലും 2400 മെട്രിക് ടണ്ണൊക്കെ ആയിരിക്കും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുക. സോ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ അടുത്തൊരു വർഷം ഏകദേശം ഒരു 13,000 മെട്രിക് ടണ്ണിലേക്ക് ആയിരിക്കും അവർക്ക് മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ വർഷം 11,000 മെട്രിക് ടണ്ണാണ് ഇപ്പോൾ അവർക്ക് മൊത്തം കപ്പാസിറ്റി ഉള്ളത്. അതിൽ 10,500 മെട്രിക് ടണ്ണോളം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് ഒരു 35-40% ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. സോ അതിന് മുകളിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവർ ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ എന്തായാലും ഒരു 40%, 35-40 മുകളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും ഇവരുടെ പ്രൊഡക്റ്റ് മിക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ ബൾക്കായിട്ട് സെല് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ റീറ്റെയിലിൽ കൂടുതലായിട്ട് സെല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ പോലും ഏകദേശം 55% അവർ റീറ്റെയിലല്ല സെല് ചെയ്തിരിക്കുന്നത്. ബൾക്കായിട്ടുള്ളത് 45%. നേരത്തെ നോക്കിയാൽ ഒരു വർഷം മുമ്പൊക്കെ ഈ ഒരു കമ്പനിയിൽ നോക്കിയാൽ അല്ലെ IPO സമയത്തൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ ബൾക്കായിട്ടാണ് കൂടുതലായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ റീറ്റെയിലിൽ ഇവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കൂടുതലും സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ രീതിയിൽ അവർ സെല് ചെയ്യുമ്പോൾ റീറ്റെയിലിൽ സെല് ചെയ്യുമ്പോൾ ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ വീണ്ടും കൂടുതലാണ്. അതുപോലെ തന്നെ
അടുത്തൊരു വർഷം ഞാൻ പറഞ്ഞില്ല പുതിയ കപ്പാസിറ്റി വരുമ്പോൾ ഫ്രീ സ്ട്രൈഡ് വരുമ്പോൾ അതായത് FDC വരുന്ന സമയത്തേക്ക് അവിടെ ഈ പറഞ്ഞ മാർജിൻസും കൂടുതലാണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ പ്രൈസും കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അറൗണ്ട് ഒരു 35-40% ഗ്രോത്തും അതുപോലെ തന്നെ മാർജിൻസിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്തായാലും 40-50% നമുക്ക് എന്തായാലും മിനിമം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന് അടുത്ത വർഷം നോക്കിയാലും അവർ ഇതേപോലെ തന്നെ ഏകദേശം ഒരു 5500 മെട്രിക് ടൺ കപ്പാസിറ്റി വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള 11,000 മെട്രിക് ടൺ അടുത്ത 2 വർഷത്തിൽ 22,000 മെട്രിക് ടൺ, അതായത് ഡബിൾ ആകാനായിട്ട് പോവാണ്. അതും ഈ പറഞ്ഞ ഫ്രീ സ്ട്രൈഡിന്റെ ആയതുകൊണ്ട് തന്നെ അതിനും മാർജിൻസ് കൂടുന്ന കാര്യമാണ്. ഈ മൊത്തം വരുന്ന 11,000 മെട്രിക് ടൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രൈഡ് ആണ്, അതിനും മാർജിൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ റീറ്റെയിലേക്കുള്ള ഇവരുടെ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ ഒരു കമ്പനിയിൽ നമുക്ക് എന്തായാലും അടുത്തൊരു വർഷം FY 27 നമുക്ക് ഏകദേശം ഒരു 55-60% ഗ്രോത്തും അത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വരാൻ സാധ്യത. കാരണം ഈ ഒരു ആദ്യത്തെ 2 ക്വാർട്ടറിൽ ഈ ടാക്സിന്റെ ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ വരും. അതിനടുത്ത Q3ലും Q4ലും ആ ഒരു ഇമ്പാക്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ Q3ലും Q4ലും ഈ പറഞ്ഞ ടാക്സ് റേറ്റ് 25 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു Q3ൽ നമുക്ക് എന്തായാലും ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. Q4ലും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയർ എടുക്കുന്ന സമയത്ത് അവർക്ക് ഏകദേശം ഒരു 55-60% റവന്യൂ ഗ്രോത്തും അതേ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 35-40% ഗ്രോത്ത് മിനിമം, അതുപോലെ തന്നെ 40-50% പ്രോഫിറ്റ് ഗ്രോത്തും ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനടുത്ത വർഷം ഒരു പക്ഷേ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് ഒരു 40% മുകളിൽ ഗ്രോ ചെയ്യാനും അതിന് മുകളിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് പ്രോഫിറ്റിലും ഗ്രോത്ത് വരുത്താനും സാധിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കൃത്യമായിട്ട് അവർ അടുത്ത വരുന്ന അതായത് അടുത്ത Q1 എൻഡ് ചെയ്യുന്ന സമയത്ത് ജൂണിൽ അവർ കൃത്യമായിട്ട് ട്രയൽ റൺ കാര്യങ്ങൾ നടത്തുന്നു. ജൂലൈ തൊട്ടിട്ട് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞ് അതൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ള കപ്പാസിറ്റി ഇവർക്ക് 100% യൂട്ടിലൈസേഷൻ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയർ. അടുത്ത വർഷം അത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കോഫി ബീൻസിന്റെ ഒക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഈ പ്രൈസ് ഒക്കെ കാര്യങ്ങൾ ഇപ്പം കാരണം കുറച്ച് ക്വാർട്ടറുകളായിട്ട് പ്രൈസ് കൂടി നിൽക്കുകയാണ്. അവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റവന്യൂ ഗ്രോത്ത് ചിലപ്പോൾ വന്നില്ല എന്ന് വരും. കാരണം എന്ന് വെച്ചാൽ ഇവർ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കോഫി ബീൻ്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇവർ സെല്ല് ചെയ്യുന്നതിന്റെ പ്രൈസും കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഗ്രോത്ത് വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാനേജ്മെന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രൈസ് കൂടി നിൽക്കുകയാണ്. സോ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യമാണ്. അതായത് പ്രൈസ് കൂടിയില്ലെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു പ്രൈസ് പറഞ്ഞത് എനിക്കൊന്ന് 3,500-3,800 മറ്റാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ കൃത്യമായിട്ട് ആ ഫിഗേഴ്സ് ഓർക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞ കോഫി ബീൻ്റെ പ്രൈസ് ഒക്കെ ഇതുപോലെ നിൽക്കുകയും മാനേജ്മെന്റ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അടുത്ത വർഷം വരാനുള്ള കപ്പാസിറ്റി കൃത്യസമയത്ത് തന്നെ വരികയും ചെയ്യണം. അതിന് അടുത്ത വർഷം വരാനുള്ള കപ്പാസിറ്റി അതിന്റെ കൃത്യ ടൈമിംഗ് കാര്യങ്ങൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അത് phase 2 ആണ്. സോ അതും വരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതും കൂടെ വരുന്ന സമയത്ത് നമുക്ക് FY 29 ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ FY 29 ആവുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഏകദേശം 72 കോടിയാണ് അവർ പ്രോഫിറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു വർഷം അവർ ഈ ഒരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 110-115 കോടിയൊക്കെ പ്രോഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനടുത്ത വർഷവും അല്ല FY 29 ആവുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 225-250 കോടിയുടെ പ്രോഫിറ്റാണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ഒരുപക്ഷെ അതിന് മുകളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും മിനിമം ഒരു 225 കോടിയുടെ പ്രോഫിറ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും കമ്പനിയുടെ PE റേഷ്യോ നമ്മൾ നോക്കിയാൽ ഫോർവേഡ് PE അടുത്തൊരു 3 വർഷത്തിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ 10 താഴെയായിട്ടാണ് അവരുടെ ഫോർവേഡ് PE വരുന്നത്. അതല്ല നമ്മൾ FY 27 ഈ ഒരു വർഷത്തെ ഫോർവേഡ് PE എടുത്ത് നോക്കിയാൽ പോലും ഇപ്പൊ കമ്പനിയുടെ കറണ്ട് PE 28 അത് പക്ഷേ ഈ ഒരു വർഷം 118-115 കോടിയൊക്കെ പ്രോഫിറ്റ് ചെയ്താൽ പോലും അവരുടെ ഫോർവേഡ് PE അറൗണ്ട് ഒരു 20 അടുത്തായിട്ടാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം 10 താഴേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ നല്ല വാല്യൂഷൻസിലും കാര്യങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. കമ്പനിയുടെ ഗ്രോത്ത് നോക്കിയാൽ ഈ ഒരു വർഷം 20 ഫോർവേഡ് PE വരികയും അവിടെ ഈ പറഞ്ഞ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 60%. പെഗ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ 0.3 മാത്രമാണുള്ളത്. നല്ലൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാനേജ്മെന്റ് പറയുന്ന പോലെ തന്നെ അവർ എക്സിക്യൂട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് നമ്പേഴ്സ് നോക്കുമ്പോഴും മാനേജ്മെന്റ് കമ്പനി നോക്കുമ്പോഴും എനിക്ക് നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അതായത് ഈ റിസൾട്ടിന് തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സെപ്റ്റംബർ ഒക്കെ ആവുന്ന സമയത്തേക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു വീഡിയോ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നമ്മൾ നല്ലതായിട്ട് തോന്നുന്ന കമ്പനികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് ബിസിനസ് അനാലിസിസ് ചെയ്യാത്ത കമ്പനികളെ പറ്റിയിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.